യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം നിർമ്മിക്കുകയാണ്, ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഡ്രസ്സ് ഇല്ലാത്ത, പേരില്ലാത്ത, വീടില്ലാത്ത, യാതൊരു തരത്തിലുള്ള തിരിച്ചറിവുമില്ലാത്ത നിലയിൽ പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ 2500ഓളം വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി, അതിന് സ്ഥാനാർത്ഥി തന്നെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അവരെന്നെയാണ് ചേർത്തത്. അതിൽ കുറേ വോട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് ഔദ്യോഗിക പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന BLOമാരാണ്. കളക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ ധാരണ. ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. 2, BLOമാർ തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 500 വോട്ട് ഇപ്പം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങൾ പറഞ്ഞ 2500 ആണെങ്കിൽ 500 ഇപ്പം തന്നെയായി, ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച BLOമാരുടെ പേരിൽ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിൻ്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, കാർഡുണ്ടാക്കി, അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാക്കൂട്ടത്തെ പറ്റി. ഇവിടെ വോട്ടർ ലിസ്റ്റിൽ തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും അഡ്രസ്സ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു വീട്ടിലും അവരെപ്പറ്റി അറിയില്ല. ഇപ്പോഴാണല്ലോ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തനം ചരിത്രത്തിലാദ്യമായിട്ട് നടക്കുന്നില്ല. അവിടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ്സ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനൊരു വോട്ടർ ഉണ്ടോ? ഇവിടെ ഇങ്ങനൊരു വോട്ടർ ഇല്ല, പക്ഷേ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് BLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. ആ BLOമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കും എന്ന് കളക്ടർ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. NTV UAE to the world.